നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച നടക്കുന്ന ഒന്നാണ് നമ്മുടെ വയനാട് ടൗൺഷിപ്പിലെ നൗഫൽ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ കണ്ടെത്തിയ ചോർച്ച. അവിടെ മാർക്കിംഗ് ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ അതെടുത്ത് വേണ്ട വിധം ആഘോഷിക്കുകയും അതിനെ ഒരു വിള്ളലാക്കി ചിത്രീകരിക്കുകയും ചെയ്തു എന്നുള്ളത് രസകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഇതിനെ ഏറ്റവും അധികം എടുത്ത് പൊതുജന മധ്യത്തിലിട്ട് മന്ത്രിയടക്കം കൂലിപ്പണി രാജൻ എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് മന്ത്രി കെ രാജനെ അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത? അതും വിശേഷിച്ച് ചാണ്ടിയുമ്മനെ പോലെ ഒരു നേതാവിന് ഒരർഹതയും അക്കാര്യത്തിലില്ല എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ അങ്ങനെ ഒരു അർഹതയില്ല എന്ന് പറയാനുള്ള കാര്യം? ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകനായി പോയതുകൊണ്ടും അനവസരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗവും കാരണമാണ് ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഈ പറയുന്ന ചാണ്ടിയുമ്മൻ ഇന്നും ആ വീട്ടിലെവിടെയെങ്കിലും അടങ്ങി കൂടിയിരുന്നേനെ എന്നർത്ഥം. ആ ചാണ്ടിയുമ്മൻ ഈ സഹതാപതരംഗത്തിൻ്റെ പിന്നാലെ കിട്ടിയ അച്ഛനെ ഈ മാതത്തഴം ഉണ്ടായതിൻ്റെ പിൻബലത്തിൽ കിട്ടിയിരിക്കുന്ന വോട്ടുകൾ കൊണ്ട് വീണ്ടും ഇത്തവണയും അവിടെ നിന്ന് പുതുപ്പള്ളിയിൽ നിന്ന് MLA ആവും. കാരണം പുതുപ്പള്ളിക്കാർക്ക് ഈ ചാണ്ടി അല്ലെ കുഞ്ഞുഞ്ഞിൻ്റെ കുടുംബത്തെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ല. അത് കോൺഗ്രസ്സുകാർക്കും അറിയാം. അങ്ങനെ ആശ്രിത നിയമനം വഴി കോൺഗ്രസ് പാർട്ടിയുടെ MLA ആയി മാറിയ ഈ ചാണ്ടിയുമ്മന് കെ രാജനെ പോലെ പാർട്ടിയിൽ കൊണ്ടും കൊടുത്തും പ്രവർത്തിച്ചും വളർന്നു വന്ന ഒരു നേതാവിനെ കൂലിപ്പണി രാജൻ എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്നാലും ചാണ്ടിയുമ്മനല്ലേ വിളിച്ചോട്ടെ എന്ന് നമുക്ക് തൽക്കാലം വിചാരിക്കാൻ പോലും സാധ്യമല്ല. കാരണം അങ്ങനെ വിളിക്കാനുള്ള അർഹത സത്യത്തിൽ ഈ ചാണ്ടിയുമ്മന് ഇല്ല എന്ന് പറയുന്നതാണ് ശരി. അപ്പം ഈ പറയുന്ന നൗഫലിന് അങ്ങനെയാണെങ്കിൽ തനിക്ക് വീട് വേണ്ട, എനിക്ക് കോൺഗ്രസ് വയ്ക്കുന്ന വീട്ടിലേക്ക് പോകാം. അദ്ദേഹം കോൺഗ്രസ്സുകാരൻ കൂടിയാണല്ലോ. അദ്ദേഹം അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ആ വീട് തൻ്റെ കുടുംബത്തിലുള്ള പലരെയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വെക്കുന്ന വീട്ടിലേക്ക് പോകാമായിരുന്നല്ലോ. കാരണം OJ ജനീഷ് നമുക്കറിയാം ആരാണ് എന്ന്. ഒരുപക്ഷെ കേരളത്തിലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് വരെ OJ ജനീഷ് എന്നുള്ള പേരും ആളിനെയും കാണുമ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ വരും. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള യൂത്തന്മാരെ കൊണ്ട് എങ്ങനെയാണോ എന്തോ ഇനി അങ്ങോട്ട് പോകുന്ന തലമുറയിലെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് ഉദിച്ചുയരാനുള്ള സാധ്യത ഈ OJ ജനീഷ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. OJ ജനീഷ് ഇതിന് മുൻപ് തന്നെ കുപ്രസിദ്ധി ആർജിച്ച ഒരാളാണ്. എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവാനുള്ള യോഗ്യത നേരത്തെ തന്നെ നേടിയെടുത്ത ഒരാളാണ്. കാര്യം 18 ലക്ഷത്തിൻ്റെ കണക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇതേ OJ ജനീഷ് ആദ്യത്തെ മറ്റേ നമുക്കറിയാം പീഡകനായ ഒരു ആളുണ്ടായിരുന്നല്ലോ, നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. ആ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു 80 ലക്ഷത്തിൻ്റെ കണക്കിന് കൂടാതെ ഏകദേശം 25 ലക്ഷത്തിൻ്റെ കണക്ക് കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു OJ ജനീഷ്. അങ്ങനെയാണ് 1,05,00,000 എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഹൈക്കമാൻഡിൻ്റെ കാര്യം പറയുന്ന പോലെയാണ്. കോൺഗ്രസ്സുകാരുടെ ഫണ്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മേലോട്ട് നോക്കി കാണിക്കും, ഇതാ അവിടെ ഇരിപ്പുണ്ടെന്ന്. അതങ്ങനെയാണ്. സണ്ണി വക്കീൽ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പേരുദോഷം കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു നോട്ടീസിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഒരു ഓടക്കണക്ക് എഴുതിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഇതാണ് അതിൻ്റെ അവസ്ഥ. തന്നെയല്ല, ഈ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, കുട്ടികൾ തുറന്ന കത്തെഴുതി KPC അവിടുത്തെ DCC ഓഫീസിലേക്ക് വിളിച്ചിരുന്നു, ഫോണിൽ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. വയനാട് DCC എടുത്തപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അവിടെ മാനന്തവാടിയിൽ കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട്. മാനന്തവാടിയല്ലോ, മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 3-3.25 ഏക്കർ ഭൂമി നിങ്ങൾ വെടിപ്പാക്കി വൃത്തിയാക്കി ഇട്ടിരിക്കുകയല്ലേ. ഇപ്പോൾ തൽക്കാലം വെടിപ്പാക്കി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് മൃഗങ്ങളൊന്നും അങ്ങോട്ട് കയറാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ആ നാട്ടിലെ കുട്ടികളെല്ലാവരും കൂടി തീരുമാനിച്ചു, ഞങ്ങൾക്കൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ആക്കി അത് മാറ്റിയാലോ എന്ന്. തൽക്കാലം ഫെൻസിങ് ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് തന്നെയല്ല, പുണ്യമായ പാദങ്ങൾ സ്പർശിച്ച ഒരിടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പുണ്യപാദങ്ങൾ അവിടെ സ്പർശിച്ച് ആ നാടിനെ പുഷ്പഗിരിയാക്കി മാറ്റി എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ ആ നിലയിലുള്ള ഒരു സ്ഥലത്തേക്ക് കുട്ടികൾ അല്പം ക്രിക്കറ്റ് കളിക്കാനെങ്കിലും ആ സ്ഥലം, കാരണം വീടോ നടക്കില്ല, അപ്പോൾ വീട് നടക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാനെങ്കിലും സ്ഥലം തരണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ DCC വാടക ഇനത്തിൽ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് ചിലപ്പോൾ കുട്ടികൾക്കത് ക്രിക്കറ്റ് കളിക്കാൻ വിട്ടുകൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ സാധ്യതകളൊക്കെ നേരത്തെ കാലേ കൂട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്
ഈ നൗഫൽ കോൺഗ്രസ് കൊടുക്കുന്ന വീട് വേണ്ട എന്നങ്ങ് പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സർക്കാർ വീട് വെച്ച് തരും, ആ വീട്ടിലേക്ക് മതി. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദുരന്തബാധിതരായ ഒരാൾക്ക് വീട് വെച്ച് നൽകുമ്പോൾ വെറുതെ ഒരു വീടും കെട്ടിക്കൊടുത്തിട്ട് ആ വീട്ടിലേക്ക് നിങ്ങൾ കയറി അങ്ങ് താമസിച്ചു എന്ന് പറയുന്ന രീതി അല്ലല്ലോ. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്പനിയെ, നിർമ്മാണ കമ്പനിയെ അത് ഏൽപ്പിക്കുകയും ചെയ്തു. ആ ഏൽപ്പിച്ചതിന് ശേഷം അവർക്കപ്പോൾ അതിൻ്റേതായ ചില നിയമപരമായ ചില ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തണം. വെറുതെ വീട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ പോണ്ടിങ് ടെസ്റ്റ് നടത്തും. 24 മണിക്കൂർ മുതൽ 36 മണിക്കൂർ വരെ ഈ പറയുന്ന ആ കെട്ടിടത്തിൻ്റെ മുകളിൽ അതിൻ്റെ വെള്ളം പോകേണ്ട ഭാഗങ്ങളെല്ലാം അടച്ചു വെച്ചുകൊണ്ട് വെള്ളം കെട്ടി നിർത്തും. പോണ്ടിങ് ടെസ്റ്റാണ്, ഒരു കുളം പോലെ. അതുകൊണ്ടാണ് ആ പോണ്ടിങ് ടെസ്റ്റ് എന്ന് പേര് വരുന്നത്. അപ്പം അന്നേരം ഈ പോണ്ടിങ് ടെസ്റ്റ് നടത്തുമ്പോൾ അറിയാൻ കഴിയും എവിടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ വെള്ളം താഴേക്ക് കിനിഞ്ഞിറങ്ങാൻ സാഹചര്യങ്ങളുണ്ട്. എന്നിട്ട് അത് നോക്കിയിട്ട് വേണ്ടിയിട്ട് അടുത്ത പരിപാടികൾ, അതിനകത്ത് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഗ്രൗട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന പരിപാടി വരെ നടത്തി അത് നികത്തിയെടുക്കുക. ഇനിയും ഇതിലൊന്നും അവരുടേതായ ഒരു പരിപാടിയിൽ നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ട്രസ് വർക്ക് ചെയ്തിട്ട് അതിനൊരു മേൽക്കൂര അടിച്ചു കൊടുക്കുന്ന, റൂഫിംഗ് നടത്തി കൊടുക്കുന്ന രീതിയും ഉണ്ട്. ഏകദേശം 5 വർഷത്തേക്കാണ് ഇതെടുത്തിരിക്കുന്നത്. അതായത് 5 വർഷം ഇതിന് നടപടികളുണ്ട്. അതായത് പിന്നെ കരാറിനകത്ത് വ്യവസ്ഥയുണ്ട്, ഇതിനുണ്ടാകുന്ന തകരാറുകളെല്ലാം പരിഹരിച്ചു കൊടുക്കാം എന്നുള്ള കരാർ വ്യവസ്ഥയിൽ ഉൾപ്പെടെയാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇനി ടെസ്റ്റ് എങ്ങനെയാണ്? ആദ്യം ഊരാളുങ്കൽ ടെസ്റ്റ് നടത്തും. അപ്പം പിന്നെ തുടർന്ന് 2ാം ഘട്ടമായിട്ട് ടെസ്റ്റ് നടത്തുന്നത് കിഫ്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. അവരും വന്ന് ടെസ്റ്റ് നടത്തും. പിന്നീട് ഇവർ സംയുക്തമായിട്ട് ഗുണഭോക്താവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ടെസ്റ്റ് നടത്തി അവരെ ബോധ്യപ്പെടുത്തും. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് ടെസ്റ്റുകൾ നടത്തും. 58-ലധികം ടെസ്റ്റുകളാണ് നടത്തുക. അപ്പോൾ ഇതെല്ലാം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും വീട് കൈമാറ്റം ചെയ്യുക. അതിനിടയിൽ ചില മാധ്യമങ്ങൾ ഈ പറയുന്ന മാർക്കർ കൊണ്ട് വരഞ്ഞിട്ട സ്ഥലമെല്ലാം വിള്ളലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്താ വെച്ചാൽ സർക്കാർ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. സർക്കാർ പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തത് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് ഗുണമേന്മയില്ലാത്ത വീട് വെച്ചു കൊടുക്കുന്നു, പൊളിയാൻ പോകുന്ന വീട് വെച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക്. പിന്നെ നൗഫൽ എന്തായാലും കോൺഗ്രസിൻ്റെ വീടിന് അവകാശപ്പെടില്ല. കാര്യം അത് കോഴിക്ക് മുല വരുന്നത് പോലെയാണ്, അതൊരിക്കലും നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരു വീട് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നൗഫലിനും നന്നായിട്ട് അറിയാം. നൗഫലിനും അറിയാം, ഈ പറയുന്ന OJ ജനീഷിനറിയാം, സണ്ണി ജോസഫിനറിയാം, KC വേണുഗോപാലിനറിയാം, എനിക്ക് തോന്നുന്നു പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അറിയാം, VD സതീശനും അറിയാം, K സുധാകരനും അറിയാം, രമേശ് ചെന്നിത്തലയ്ക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വീട് വെക്കാൻ പോകുന്നില്ല. പിന്നെ ഇത്തരത്തിലുള്ള ചിട്ടവട്ടങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യവും കോൺഗ്രസിന് അറിയില്ല. കാരണം അവരാകപ്പാടെ ഒരു വീട് വെച്ച് കൊടുത്തത് ആ ഒരു കരിച്ചട്ടിയും പൊക്കി എടുത്തുകൊണ്ട് വന്ന മറിയച്ചേട്ടത്തിക്ക് മാത്രമാണ്. അല്ലാതെ വേറെ ആർക്കും ഒരു വീട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും അറിയത്തില്ല. പ്രളയകാലത്ത് 1000 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു, അതൊട്ട് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ലീക്കേജ് സംബന്ധിച്ചുള്ള പ്രശ്നവും ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ അലട്ടില്ല. കാരണം അവർ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വെച്ച വീടിനല്ലേ ലീക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പോണ്ടിങ് ടെസ്റ്റിനെ കുറിച്ചും അവർ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന പോലെ പിന്നെ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റുമോ എന്ന് പറയുന്ന പോലെ വീട് വെച്ചാലല്ലേ എൻ്റെ പോണ്ടിങ് ടെസ്റ്റിനെ കുറിച്ച് അവർ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ആകെപ്പാട് വീട് വെച്ച് കൊടുത്തത് മറിയച്ചേട്ടത്തിക്ക്, അതിന് പോണ്ടിങ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. ആ പോണ്ടിങ് ടെസ്റ്റ് നടത്താത്തതുകൊണ്ടും ബാക്കി വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതുകൊണ്ടും മറിയച്ചേട്ടത്തി നേരെ BJPയുടെ കൂടാരത്തിൽ പോയി അവരിപ്പോൾ വളരെ സുഭിക്ഷമായി ജീവിച്ചു പോകുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ കണക്കവതരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹുകേമമായി എന്തൊക്കെയോ ചില മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിയ ഒരു സണ്ണി വക്കീലും ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവർ പിന്നെ ഇവിടെ പ്രളയം വന്ന സമയത്ത് 1000 വീട് പറഞ്ഞു, വെച്ച് കൊടുത്തിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പിന്നെ സുനാമി ഉണ്ടായ കാലഘട്ടത്തിൽ വെച്ച് കൊടുത്ത വീട്ടിൽ ആൾക്കാർക്ക് താമസിക്കാൻ പോലും കൊള്ളൂല. നമുക്ക് അത് കേട്ടിട്ടുണ്ട്. കാര്യം പാർട്ടിക്കാർ CPMകാർ വീട് വെച്ച് കൊടുത്തു, DYFIക്കാരും വീട് വെച്ച് കൊടുത്തു. ആ വീട്ടിലൊക്കെ സുനാമിയിൽ കഷ്ടനഷ്ടം അനുഭവിച്ച ജനങ്ങൾ വന്ന് താമസിക്കാൻ തുടങ്ങി, അവർ താമസിച്ചു. അതേസമയം അന്ന് കോൺഗ്രസിൻ്റെ, അതായത് സർക്കാർ വെച്ച് കൊടുത്ത വീട്ടിലൊന്നും ആൾക്കാർക്ക് കയറി കിടക്കാൻ പേടിയാണെന്ന്, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക. അപ്പം പണ്ടേ ഇവരിങ്ങനാ. കോൺഗ്രസ് എന്ന് പറയുന്ന സർക്കാരായിട്ടിരുന്നാലും ശരി, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ടും രാഷ്ട്രീയ പാർട്ടിയായിട്ടിരുന്നാലും ശരി, ഇവർ പണ്ടേ ഇങ്ങനെ ആകെ കക്കും, അല്ലെങ്കിൽ ആകെ കൊണ്ടുവരും, എന്നിട്ട് കുറച്ച് കക്കും കുറച്ച് മുക്കും, എന്നിട്ട് അതിൻ്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അവരുദ്ദേശിക്കുന്ന പരിപാടി നടത്തും. ഇതാണ്. എന്തിനേറെ പറയാൻ, സ്വന്തം പിന്നെ ഏറ്റവും വലിയ നേതാവ്, ലീഡർ എന്നൊക്കെ ഒരു 1000 ആവർത്തി തേൻ ഗിനിയുന്ന നാവ് കൊണ്ട് വിളിച്ചു പറയുന്ന കരുണാകരന് വേണ്ടി സ്വന്തമായി ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കാൻ പോലും പണപ്പിരിവ് നടത്തിയിൽ വെട്ടീര് നടത്തിയിട്ടുള്ള വമ്പൻ ടീമുകളാണ് ഈ കോൺഗ്രസ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോഴാണ് ഈ പറയുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടി പിരിവെടുത്താൽ വെട്ടിക്കാതിരിക്കുമോ കോൺഗ്രസ്സുകാർ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വക ടെൻഷൻ എന്നുള്ളതും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പോണ്ടിങ് ടെസ്റ്റ് എന്താണെന്ന് അറിയേണ്ട.
അതോടൊപ്പം തന്നെ ഇനി എന്തൊക്കെ ടെസ്റ്റുകൾ, ഘടനാപരമായ ടെസ്റ്റുകളോ വിള്ളലോ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിനെ ബാധിക്കുകയേയില്ല എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം. അതിനിടയിലാണ് ആശ്രിത നിയമനത്തിലൂടെ MLA ആയി മാറിയ ഈ പറയുന്ന നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ അനവസരത്തിലുള്ള ചില പ്രയോഗങ്ങൾ. എൻ്റെ പൊന്നു ചാണ്ടി ഉമ്മ, നിങ്ങൾ വളരെ കൃത്യമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് ജനസമ്പർക്ക പരിപാടിയുമായി നിങ്ങളുടെ പിതാവ്, അതായത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പലരുടെയും എക്സ്റേ കുടഞ്ഞു നോക്കാറുണ്ടായിരുന്നു. എക്സ്റേ നോക്കിയാൽ പല ലാബിലുള്ളവർക്ക് പോലും പലതും മനസ്സിലാവില്ല. അപ്പോഴാണ് നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ പറയുന്ന എക്സ്റേ ഫിലിം എടുത്ത് കുടഞ്ഞ് വെളിച്ചത്ത് പിടിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. എന്ത് പഠിച്ചിട്ടാ? ഈ ഉമ്മൻചാണ്ടി പിന്നെ എന്താ പറയുക, ഓർത്തോപീഡിക് സർജൻ വല്ലതും ആയിരുന്നോ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് MBBS എങ്കിലും ഉള്ള ഒരു മനുഷ്യനായിരുന്നു? അല്ല. അപ്പം അദ്ദേഹം ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കുക, കാര്യഗൗരവമായിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ ക്യൂ നിർത്തി, വരി നിർത്തി, വെയിലത്തും പിന്നെ കടത്തിൻ്റെയിലും കിടന്നുറങ്ങാനും വിട്ടിട്ട്, തറയെ കിടന്നുറങ്ങാനും വിട്ടിട്ട്, പലരും ആംബുലൻസ് പിടിച്ചിട്ടാണ് സ്ട്രെച്ചറെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം വരി നിർത്തി അവരെയൊക്കെ ഈ പറയുന്ന തെരുവിലിറക്കിയ, പണ്ട് പിന്നെ നമ്മുടെ K. മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അംഗപരിമിതരെ നിങ്ങൾ തെരുവിലിറക്കിയവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരായി. എന്നിട്ട് ഈ ഉമ്മൻചാണ്ടിക്ക് എന്ത് പറ്റി? ഈ ഉമ്മൻചാണ്ടിയുടെ ചുറ്റും നിന്ന് കൈകൊട്ടി പ്രാർത്ഥനയായിരുന്നല്ലോ അദ്ദേഹത്തിന് അസുഖം വന്ന സമയത്ത്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടിട്ടാണല്ലോ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് പോകുന്നത്. അപ്പം അതിപ്പം വലിയ പ്രശ്നമായി. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക് പോലും വലിയ പ്രശ്നമായി. കാര്യം വീട്ടുകാരോട് ആലോചിക്കുക, മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വിട്ടേക്കാം. അതാണല്ലോ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങേക്കറിയാമല്ലോ, ചാണ്ടി ഉമ്മൻ അറിയാവുന്നതായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ പിതാവിൻ്റെ സഹോദരൻ, ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം ഉണ്ടാക്കിയതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ അതുണ്ട്. അപ്പം ഇതൊക്കെയാണ് ശരിക്കുമുള്ള ഒരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രം, അല്ലെങ്കിൽ ഒരു കുടുംബപരമായ ചരിത്രം. അപ്പോൾ അതുകൊണ്ട് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം K. രാജനെ പോലെ ചെറുപ്പകാലം മുതൽ തന്നെ ഒരു പാർട്ടിയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് കൊണ്ടും കൊടുത്തും ആ അന്തിക്കാട്ടുകാരുടെ സ്വന്തം ജീവനായി, ആ തൃശ്ശൂർക്കാരുടെ സ്വന്തം രാജേട്ടനായി മാറിയ ഒരാളെ നിങ്ങൾ കൂലിപ്പണി രാജൻ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ച് പിടിച്ചുകൊണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.